ഞാൻ ഈ ചെറ്റൻ്റെ ക്ലാസ് ഉണ്ടാക്കുന്നതാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിൽ തന്നെ. ഞാൻ പൂങ്കുഴി അബുക്കാക്കാൻ്റെ മകനാണ്, അരിക്കുഴിയിൽ. അപ്പോൾ ഞാനിത് ഗൾഫുകാരനായിരുന്നു. 5-6 കൊല്ലം ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു പണിയില്ല, ഒരു ചെറിയ രോഗക്കാരനാണ്. അങ്ങനെ ഇത് ഉണ്ടാക്കുകയാണ്. ഇപ്പം ഈ ചെറ്റ ക്ലാസ് ഒരു ദിവസം ഒരു 5-6 ഉണ്ടാക്കും മൊത്തം. അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ കൊടുക്കുകയാണ്. ഇതിൽ ചായ കുടിക്കാനും പറ്റും. ഇതൊക്കെ പുതിയതിപ്പോൾ ഉണ്ടാക്കുക, പിന്നെ കയ്യൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പം ഉണ്ടാക്കി പൂർത്തിയാക്കിയ സാധനമാണ്. ഇതിൽ ചായ കുടിക്കുക, ജ്യൂസ് കുടിക്കുക, എന്തും കുടിക്കുക. പിന്നെ വേണമെങ്കിൽ ഷോക്ക് വെക്കാനും കബോർഡിലൊക്കെ വെക്കാനൊക്കെ നല്ലൊരു സൗകര്യമാണ്. അങ്ങനെ പെട്ടെന്ന് വീണാലൊന്നും പൊട്ടൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ചായ കൊടുക്കാനും അതിനൊക്കെ പറ്റുന്ന ഒരു ക്ലാസ്സാണ് ഇപ്പം ഇത്. ഇതിന് വില ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു ഫിക്സായിട്ടൊരു കൊടുക്കണം. ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഉപകാരം എന്ന് പറയാനുള്ളത് കുട്ടികൾക്ക് കാര്യമായിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്ക് മാത്രം ചായ കൊടുക്കാനും അതിനൊക്കെ ഗ്ലാസ് മുടഞ്ഞു പോകില്ല. ഈ ഗ്ലാസ് മറ്റേ കുപ്പി ഗ്ലാസ് ആകുമ്പോ ഇപ്പൊ പൊട്ടിപ്പോകുമല്ലോ. ഇതാണ് അങ്ങനെ വീണാലൊന്നും കുട്ടികളുടെ അടുത്തിന് വീണാലും നമ്മള് വലിയ ആയിരത്തിന് വീണാലൊക്കെ ചിലപ്പം പൊട്ടി വീണ കുട്ടികളുടെ അടുത്തിന് ഇതൊന്നും ആവില്ല, അത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട് പറഞ്ഞാൽ എന്നോട് വിളിച്ച് ഞാൻ അതൊക്കെ ശരിയാക്കിയിട്ട് കൊടുക്കുകയും ചെയ്യും. അതിനൊന്നും പ്രശ്നമില്ല. ഒരു ദിവസങ്ങളിൽ എത്ര ക്ലാസ് ഉണ്ടാകും? 6-7 ഉണ്ടാക്കും. അത്ര ഉണ്ടാക്കും. പിന്നെ ചിരട്ടകളൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത്? ഓരോരുത്തർ ഇങ്ങനെ കൊപ്രയ്ക്ക് വേണ്ടി അത് ആട്ടാൻ വേണ്ടി മേടിക്കുമ്പോൾ അവരോട് സംഘടിപ്പിക്കും തേങ്ങ. എന്നിട്ട് ഞാൻ അതിൻ്റെ കണ്ണു ഭാഗം ചെത്തിയെടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് കയമ്പെല്ലാം ചൂടിട്ട് ആ ഉടമക്കാരന് കൊടുക്കും. ഞാൻ ചിരട്ട എടുക്കും. ചിരട്ടപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ ഇതിലാണ് ചിരട്ട ഉണ്ടോ. ഇതൊക്കെ ഇങ്ങനെ ഓരോ കൂടി തേങ്ങ ചരണ്ടി മുറിച്ചിട്ട് ഇതാക്കുന്നതാണ്. നിങ്ങൾ ഇതിലേക്ക് വരാനുള്ള കാരണമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഒരു പണിയായപ്പോൾ ഇങ്ങനെ എനിക്ക് ഒരാഗ്രഹം. അപ്പം ഞാൻ അങ്ങനെ തുടങ്ങി, അത്രേ ഉള്ളൂ. അപ്പം തുടങ്ങി നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ടു പോയി. ക്ലാസ് മൊത്തത്തിൽ എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമുള്ള ഒരു കാര്യമായി. കാരണം ഫുള്ളായിട്ടൊരു തേങ്ങൻ്റെ ഇതാണ് ഉണ്ടായി. മറ്റേ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഉടച്ചിട്ട് സെൻറ്ററിലെ കപ്പ് മോഡലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു മോഡൽ. ഇതിപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് മാത്രമേ ഉണ്ടാക്കുന്നത്? വേറെ പിന്നെ അത് അവിടെ ഒരു ക്ലാസ് സ്റ്റാൻഡ് അത് ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ 7 മൊത്തത്തിൽ ഉണ്ടാക്കി. അതിപ്പോൾ മൊത്തം തീർന്നു. ഇപ്പം ഇത് മാത്രം ഒന്ന് ബാക്കിയായി. അതിപ്പോൾ ഇങ്ങനെ ഇതാക്കണ്ട. ഈ പൂവാണ്. ഇങ്ങനെ പൂവുകൾ ഇങ്ങനെ വെക്കുക. പിന്നെ പൂവുള്ള ക്ലാസ്സുകൾ മുഴുവൻ ഇതിൽ നിരത്തി ഇങ്ങനെ വെച്ചിട്ട് അതിക്ക് ഓരോ പൂവ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ടുണ്ട്. ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ. ഇത് പിന്നെ കുട്ടികൾക്കൊന്നും കളിക്കാൻ കൊടുക്കാൻ പറ്റില്ല, പൊട്ടിപ്പോകുന്നതാണ്. വെച്ച ആ സ്ഥലത്ത് നിന്ന് ആരും തൊടാൻ പാടില്ല. ഇതിൻ്റെ ഗ്യാരണ്ടി അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ. പിന്നെ ഇത് അങ്ങനെ ഉറപ്പൊന്നും കൂടെ. കാരണം ഇത് റിങ് കൊണ്ട് ഇങ്ങനെ തൊട്ട് വെക്കുന്നതല്ലേ. അതുകൊണ്ടാണ് ക്ലാസ് ആകുമ്പോൾ അത് നല്ലൊരു ഉറപ്പായിട്ടുണ്ട്. അതിൻ്റെ ഇരിക്കുന്ന പസകളൊക്കെ